നമസ്കാരം. തത്വമയി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ വിളയിലാണ്. FCRA വിഷയം വളരെയധികം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. പലർക്കും അത് വലിയ ബുദ്ധിമുട്ട് ആയി മാറുന്നു എന്നുള്ളതാണ്. പലർക്കും അത് കൊള്ളുന്നുണ്ട്. കണക്കുകൾ കാണിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. പലർക്കും വിൽക്കുന്നുണ്ട്. എന്തായിരിക്കും അനിൽജി ഇതിൻ്റെ പിന്നിലെ കാര്യം? പിന്നിലെ കാര്യം വളരെ സിമ്പിളാണ്. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമുള്ളൂ എന്ന് മലയാളം ചൊല്ലു തന്നെയാണ് വളരെ കൃത്യമായ ഉത്തരം. ഇന്ന് പോൾ തേലക്കാട് എന്ന് പറയുന്ന ക്രൈസ്തവ പുരോഹിതൻ പറഞ്ഞൊരു കാര്യം ഈ FCRAയുടെ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഈ BJP സർക്കാരോ ഈ ഇപ്പോഴത്തെ മോഡി സർക്കാരോ ഒന്നും കൊണ്ടുവന്ന നിയമമല്ല FCRAയുമായി ബന്ധപ്പെട്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവരികയും അതിനുശേഷം രാജീവ് ഗാന്ധി സർക്കാരും ഒക്കെ തന്നെ പലതവണയും ഭേദഗതികൾ വരുത്തിയ നിയമമാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. അതിനകത്ത് ചില വ്യക്തതകൾ വരുത്തിക്കൊണ്ട് അടുത്ത കാലത്തായിട്ട് ഒരൊറ്റ ബാങ്കിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ന്യൂഡൽഹിയിലെ ശാഖയിലെ FCRA ഇടപാടുള്ള സ്ഥാപനങ്ങളും വ്യക്തികളും സംഘടനകളും ഒക്കെ തന്നെ അക്കൗണ്ട് തുറക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. ആ തുടങ്ങിയതിന്റെ അവസാനത്തെ സാഹചര്യമാണ് ഇപ്പോഴുണ്ടായത്. കുറച്ചുകൂടെ ക്ലാരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയും ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നൊരു പ്രയോഗമുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം കൃത്യമായ രീതിയിൽ ചെലവഴിക്കുന്നുണ്ടോ, ആ വരുന്നതിന് കണക്കുണ്ടോ, ചിലവാക്കുന്നതിന് കണക്കുണ്ടോ, അത് ഏത് ഉദ്ദേശത്തിനാണോ വന്നത് ആ ഉദ്ദേശത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട കണക്കുകൾ കൃത്യമായി കൊടുക്കണമെന്നും അത് സർക്കാർ സംവിധാനങ്ങളിൽ കൂടി പരിശോധിച്ച് ഓഡിറ്റ് ചെയ്യുമെന്നും മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളൂ. അത് ഉടനെ തന്നെ എന്തോ വലിയ വിവാദമാക്കി. അതിപ്പോ കേരളത്തില് നമുക്കറിയാം ആ ഭേദഗതിയെ പറ്റി ചർച്ച വന്ന പോൾ തേലക്കാടച്ചൻ ഇത് ഇങ്ങനെ സംസാരിക്കുമ്പോഴും ബഹുഭൂരിപക്ഷം അതിനുള്ള ക്രിസ്ത്യാനികളും ഇതിന്, അതായത് FCRA വരണം എന്ന് തന്നെയാണ് പറഞ്ഞത്. കണക്ക് കാണിച്ചാൽ പോരെ അച്ചോ എന്നൊക്കെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവർ വലിയ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു എന്നാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് സ്കൂളുകളിൽ നിന്ന് ഡൊണേഷൻ വാങ്ങുന്നത്, അതുപോലെ തന്നെ ആശുപത്രികളിൽ നിന്ന്. ഇത് ഇങ്ങനെയാണോ ചാരിറ്റി നടത്തുന്നത്? നിങ്ങൾ എന്ത് ചാരിറ്റിയാണ് നടത്തുന്നതെന്ന് ക്രിസ്ത്യാനികളടക്കമുള്ള ആൾക്കാരുടെ കമൻറ്റുകൾ ആ വീഡിയോയ്ക്ക് താഴെ തന്നെയുണ്ട്. അപ്പോൾ അതെന്തായിരിക്കാം? അത് ഈ പുരോഹിതർ വർഗത്തെ അത്രമേൽ വെറുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവരുടെ കള്ളത്തരങ്ങൾ ഇവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞു, വിശ്വാസികൾക്ക് തന്നെ. തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹത്തിലെ ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഈ ക്രൈസ്തവ പുരോഹിതന്മാര് കാണിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും സാമ്പത്തിക അപഹരണവും. ധാരാളം ഇടവകളിൽ സമാന സാഹചര്യത്തിൽ വഴക്കുകൾ ഉണ്ടാവാറുണ്ട്. കണക്കുകൾ അവതരിപ്പിക്കുമ്പോഴും പണത്തിനെ സംബന്ധിച്ചും തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകാറുണ്ട്. പുരോഹിത വർഗമാണ് ഇത് നിയന്ത്രിക്കുന്നത്. സെമറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പുരോഹിത വർഗം പറയുന്നതിനപ്പുറമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ ഒരു കാലത്ത് ആരും തയ്യാറായിരുന്നില്ല. പക്ഷെ ഇന്ന് ചെറുപ്പക്കാരൊക്കെ മാറി. രാജ്യസ്നേഹമുള്ള, ദേശീയ ബോധമുള്ള, നിയമങ്ങളെ അനുസരിക്കാൻ കഴിവുള്ള ധാരാളം ചെറുപ്പക്കാർ വന്ന് അവരൊക്കെയാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. പഴയ കാലത്തെ ഈ കത്തനാർമാരും അല്ലെങ്കിൽ ഈ അച്ഛന്മാരും ഒന്നും അല്ല ഇപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയുള്ള ധാരണയുള്ളവർ. അവരെങ്ങനെയെങ്കിലുമൊക്കെ പണം ഉണ്ടാക്കണം, ഏതെങ്കിലും മാർഗത്തിൽ സുഖിച്ചു കഴിയണം, അതിനപ്പുറം അവർക്കൊന്നുമില്ല. കണക്ക് കാണിക്കാനും വയ്യ, ഒന്നുമില്ല. ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സേവന ദാതാക്കൾ, ഞങ്ങളില്ലെങ്കിൽ ലോകത്ത് സേവനമില്ല. ഇതൊക്കെ ചുമ്മാതെ പറയുന്ന കാര്യങ്ങളാണ്. ഈ ഭാരതത്തിലെ അതിന്റെ ഏറ്റവും വലിയ കുഷ്ഠരോഗ ആശുപത്രി നടത്തുന്ന സന്യാസി സമൂഹമാണ്. മദർ തെരേസയൊന്നുമല്ല. മദർ തെരേസയൊക്കെ ഇപ്രകാരം സേവനം നടത്തിയിട്ടുണ്ടോ? ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അവരെ മതപരിവർത്തനം ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നുമില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് മധ്യപ്രദേശിലെ ഗുണ ജില്ലയില് 400 ആൾക്കാരെ രോഗശാന്തി ശുശ്രൂഷയുടെ പേരിൽ, ക്യാൻസറിന്റെ ചികിത്സയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ 2 പാസ്റ്റർമാർ അറസ്റ്റിലായിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവർ ബൈബിളാണ് എല്ലാത്തിനും ഉത്തരമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവർ ഈ കോടാനുകോടി രൂപ മുടക്കി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ നടത്തുന്നത്? എല്ലാം ഇത് പ്രാർത്ഥിച്ചാൽ മാറുമല്ലോ. അതുകൊണ്ട് പണം ഉണ്ടാക്കണം, അതിനപ്പുറം യാതൊരു ലക്ഷ്യം ഇവർക്കില്ല. സേവനം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം തട്ടിപ്പ് നടത്താനുള്ള ഒരു മേഖലയാണ്. നമ്മൾ ഹിന്ദുക്കൾ മതേതരത്തരായതുകൊണ്ട് അത് കുറച്ച് ആൾക്കാർ അതുമൊക്കെ സമ്മതിച്ചാൽ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും മനസ്സിലാക്കിയ തട്ടിപ്പാണ്. പോൾ തേലക്കാട് ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു നമ്പറാണ്. അയാൾക്ക് തന്നെ അറിയാം ഇതൊന്നും ഞാൻ പറയുന്നൊന്നും ഏക്കത്തില്ലെന്ന്. ഇത് എവിടെ നടക്കാകുമെന്ന് ഈ പറയുന്നേ? മൈനറായ ദേവന്മാരുടെ സ്വത്തുക്കൾ സേവനത്തിന് വിനിയോഗിക്കണമെന്ന് തേലക്കാടാണോ തീരുമാനിക്കുന്നത്? അയാൾക്ക് ആരധികാരം കൊടുത്തു? അയാളുടെ വീട്ടിലെ കാര്യമോ അയാളുടെ പള്ളിയിലെയോ കാര്യം നോക്കിയാൽ പറയായോ? പള്ളി വേറെ, അമ്പലം വേറെ. ഈ പണം വേണമെന്ന് പറയുന്നത് ഇതേപോലെ ഭാരത വിരുദ്ധമായിട്ടുള്ള സമരങ്ങൾക്ക് ഫണ്ട് ഒഴുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അത് നിന്നു പോകരുത്.
എന്ന് അവർക്കറിയാം. ആ നിന്ന് പോയാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ട് കിട്ടിയിരുന്ന ആ തുക വീണ്ടും അടിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ. അല്ലേ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പ്രശ്നമുണ്ടാകേണ്ടിയിരുന്നത് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് ധരിച്ചിരുന്നത് ഈ ജിഹാദികളാണ്. ഇവിടുന്ന് ധാരാളം രീതിയിൽ ഏകദേശം 263 കോടി രൂപയോളമാണ് PFI അനധികൃതമായി പല NGOയിൽ നിന്നും ഇവിടെ കേരളത്തിനകത്ത് തന്നെ സംഘടിപ്പിച്ചെടുത്തത്. കശ്മീർ തന്നെ ഒട്ടനവധിയായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പേരിൽ നടത്തുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ NGOകൾ പലപ്പോഴായിട്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അത്തരത്തിലുള്ള NGOകൾ. അപ്പോൾ അതിനൊക്കെ ആയിരുന്നു പ്രശ്നം ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ ഇവർ ഈ പ്രശ്നം ഏറ്റെടുത്തപ്പോഴാണ് എത്ര ഭയാനകമാണ് ഈ കള്ളത്തരം എന്നിപ്പോൾ പിടികിട്ടുന്നത്. എന്തേ ഈ പറഞ്ഞ ഈ ഭീകരവാദികൾ അല്ലെങ്കിൽ ജിഹാദികൾ എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്ന ആൾക്കാർ ഇതിനെ എതിർക്കാത്തതിൻ്റെ പിന്നിൽ എന്തെങ്കിലും മറ്റ് ലക്ഷ്യങ്ങളുണ്ടാകുമോ? ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. പക്ഷെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളെല്ലാം ഇപ്പൊ നിരോധിത സംഘടനകളും. ഇനിയും ഇതിനെ എതിർക്കുകയാണെങ്കിൽ ഞങ്ങള് അത്തരത്തിലുള്ള സംഘടനകളാണോ എന്ന് കേന്ദ്രം ധരിക്കുമെന്ന പേടി അവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ അവരതിനെ എതിർക്കാതിരുന്നത് തന്നെ, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ പോപ്പുലർ ഫ്രണ്ട് FCRയുടെ മറവിലൊന്നുമല്ല പൈസ കൊണ്ടുവന്നിരുന്നത്. അല്ലാത്ത രീതിയിലുള്ള കള്ളപ്പണമാണ്. അത് അവർ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നുമാണ് FCRA വരുന്നത്. താങ്കളത് മനസ്സിലാക്കണം. FCRയുടെ പണം അറബി രാജ്യങ്ങളിൽ നിന്നല്ല വരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും മാത്രമാണ് FCRയുടെ പണം വരുന്നത്. FCRയുടെ പണം ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സംഘടനകൾക്കാണ്. ഇസ്ലാമിക സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർ അറബി നാടുകളിൽ നിന്നും, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ നിന്നും അവര് കള്ളപ്പണമായിട്ടും ഹുണ്ടിപ്പണമായിട്ടും ഒക്കെ കൊണ്ടുവന്ന പണമാണ് അവർ ഉപയോഗിക്കുന്നത്. അല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ FCRA എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമൊന്നും അല്ല. അവർക്ക് അപ്രകാരമുള്ള പണമൊന്നും അല്ല കിട്ടുന്നത്. അതാണ് അവരുടെ ഭാഗത്ത് എതിർപ്പുണ്ടാവാതിരിക്കാനുള്ള കാരണം. ഒരുപക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വളരെ കുറച്ച് പൈസ മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കാം അല്ലേ അത്തരത്തിലൊരു വലിയ എതിർപ്പൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തത്. തീർച്ചയായും. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് ഇങ്ങനെ കെട്ടഴിച്ച് വിട്ടിരുന്ന അവർ പലപ്പോഴും പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ കണക്ക് കാണിക്കുന്നതിൽ ഉള്ള ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവർ വിൽക്കുന്നത് ഈ കണക്ക് കാണിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടാണ്. ഈ ഈ എന്തെങ്കിലും തരത്തിലുള്ളൊരു കണക്ക് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ സ്ഥാപനങ്ങളും കട്ടായി പോകും, മുഴുവൻ സ്ഥാപനങ്ങളും ഈ സർക്കാരിൻ്റെ തന്നെ ആയി മാറും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായിരിക്കാം അവർ അത്തരത്തിൽ മുഴുവൻ അങ്ങനൊരു പാനിക് അവസ്ഥ സൃഷ്ടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരിക്കാം ഈ വിശ്വാസികളുടെ അടുത്തൊക്കെ? ആ പാനിക് സൃഷ്ടിച്ചതിന്റെ പിറകിലുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അല്ലാതെ വേറെ ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞു വരുത്തുകയാണ്. കണക്ക് കൊടുത്തില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പള്ളികളും ക്രൈസ്തവ സ്ഥാപനങ്ങളും എല്ലാം അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകും. നിയമത്തിനകത്ത് അത് ഭേദഗതി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടുന്ന് 19 MP അവരൊക്കെ കൂടെ ചേർന്ന് 10-18 പേരുണ്ടല്ലോ. അവരൊക്കെ കൂടെ പോയി ഭേദഗതികൾ കൃത്യമായി ചർച്ച ചെയ്തിട്ട് ഈ ഭാഷ അറിയാത്തവനെ, സംസാരിക്കാൻ അറിയാത്തവനെയൊക്കെ തെരഞ്ഞെടുത്ത് വിട്ടാൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ്. അവിടെ പോയി പ്ലക്കാർഡും പിടിച്ച് പുറത്ത് സമരം ചെയ്യുകയല്ല. പാർലമെന്റിൽ ചർച്ചകൾ നടക്കുമ്പോൾ അവരുടെ വാദഗതികൾ കൃത്യമായി അവതരിപ്പിക്കണം. അതിന് കഴിവും പ്രാപ്തിയുമുള്ള ആൾക്കാരെ വോട്ട് ചെയ്ത് വിട്ടില്ല എങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ്. കണക്ക് കാണിക്കണം. കണക്ക് കാണിച്ചില്ലെങ്കിൽ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങൾക്കും അതിൻ്റെതായ ഫൈനും ശിക്ഷയും ഉണ്ട്. നിയമം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. നിയമം അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ടാകും. ആ ശിക്ഷയുടെ ഭാഗമായിട്ട് തോന്നിവാസം കള്ളക്കണക്കും ഒക്കെ കാണിച്ചാൽ ഇപ്രകാരം ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. അങ്ങനെ സംഭവിക്കണം. അവർക്കെങ്ങനെ പേടിക്കണ്ടേ? 50 കോടി രൂപ വന്നു, ഞങ്ങൾ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി വേണ്ട കൃത്യമായി ചെലവാക്കി, അതിന്റെ വൗച്ചറുകൾ വേണ്ടിയിരിക്കുന്നു, നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് കൊടുത്താൽ പോരെ. പിന്നെ പേടിക്കുന്നേ? 50 കോടി വന്നതിൽ 5 കോടിയും അച്ഛൻ അടിച്ചോണ്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ കണക്ക് കാണിക്കാൻ ഒക്കാതെ വരുന്നതുകൊണ്ടാണ് പേടിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുമോന്ന് പേടിയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ചുമ്മാതെ ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമം പാസ്സാക്കും. തീർച്ചയായും. എന്തായാലും രാജ്യസുരക്ഷയാണ് ഏറ്റവും പ്രധാനം. മതബോധത്തെക്കാളും അല്ലെങ്കിൽ മതവിശ്വാസത്തെക്കാളും ഒക്കെ ഏറ്റവും പ്രധാനം രാജ്യസുരക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ FCRA ചട്ടക്കൂടുകൾ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതല്ലാതെ രാജ്യത്തിൻ്റെ സുരക്ഷയെ പണയം വെച്ചുകൊണ്ട് ഒരു മതസമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഉതകുക എന്നത് രാഷ്ട്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെയും ആവശ്യമല്ല. അത് അവരുടെ ഒന്നും രീതിയുമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം നിയമങ്ങൾ രാജ്യസുരക്ഷയ്ക്കും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിക്കും തീർച്ചയായിട്ടും ആവശ്യമാണ്. അത്തരം നിയമങ്ങൾ തുടർന്നും ഈ രാജ്യത്ത് ഉണ്ടാകുകയും ഭേദഗതികൾ ഉണ്ടാകുകയും ചെയ്യും. നമസ്കാരം ശ്രീ അനിൽജി, വളരെ നന്ദി.
വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.